വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ അല്പം വലിപ്പമുള്ള ഒരു 5 തക്കാളി എടുക്കുക. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് കൊണ്ടുവരാം. തീർച്ചയായിട്ടും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ഫ്രൈ ആണിത്. ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കാരണം ഈ തക്കാളിക്ക് അകത്ത് വെച്ചാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തക്കാളിയെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് കഴുകുക. അപ്പോൾ ഈ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കൊണ്ടുവരാം. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു 1/4 ഭാഗം മുകളിൽ നിന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുക. കാരണം നമുക്ക് ഈ തക്കാളിയുടെ അകത്തുള്ള പൾപ്പെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്ത് മുട്ട ഫ്രൈ ആക്കി എടുക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ ഈസി ആയിട്ടും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മുട്ട ഫ്രൈ തന്നെയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു തക്കാളിക്കകത്ത് വെച്ച് ഇത് തയ്യാറാക്കുന്നത് കൊണ്ട് തക്കാളിയുടെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ ഈ ഒരു മുട്ട ഫ്രൈയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇനിയും ഈ തക്കാളിക്ക് അകത്തുള്ള പൾപ്പെല്ലാം നമുക്കൊന്ന് എടുത്ത് കളയാം. അതുവേണ്ടി നിങ്ങൾക്കൊരു ചെറിയ സ്പൂൺ എടുക്കാം, അല്ലെങ്കിൽ പിച്ചാത്തി വെച്ചും ഇതെടുത്ത് കളയാം. പക്ഷേ ഇത് എടുത്ത് കളയുമ്പം ഒന്ന് ശ്രദ്ധിക്കണം, ഇതിൻ്റെ തോടൊന്നും കട്ടാകാതെ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മുട്ട അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം അത് ലീക്കാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇതുപോലെ അതിനകത്തുള്ള പൾപ്പെല്ലാം നിങ്ങൾ എടുത്ത് കളയേണ്ടത്. ഇപ്പോൾ നമ്മൾ പൾപ്പെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ട മുട്ട അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മുട്ട എടുത്ത് ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ട ഇതുപോലെ ഒരു ബൗളിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് അധികമൊന്നും ചേർത്ത് കൊടുക്കണ്ട, വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ മുട്ടയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മുട്ടയെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഈ കുരുമുളക് പൊടിക്ക് പകരം ചതച്ച കുരുമുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുരുമുളകും മുട്ടയെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞത് ഒരു 5 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും സ്വല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലതുപോലെ മിക്സായി വരും. അങ്ങനെ മിക്സായി വന്നതിന് ശേഷം പിന്നീട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയുടെ പൾപ്പെല്ലാം കളഞ്ഞ് അതിനകത്തേക്ക് ഈ ഒരു മുട്ടയുടെ ആ ഒരു മിക്സ് ചെയ്തെടുത്തത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളിവിടെ ഒരു 5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ 5 എണ്ണത്തിനകത്തും ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഇത് നമുക്ക് ആവിയിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ആവിയിൽ ഇവിടെ ഞാൻ വേവിക്കുന്നത് ഇഡലിക്കുട്ടകത്തിനകത്ത് വെച്ചാണ് വേവിക്കുന്നത്. ഞാൻ കണ്ടില്ലേ, ഇതുപോലെ ഒരു ഇടത്തര ഇഡലിക്കുട്ടം എടുത്തിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയെല്ലാം ഈ ഇഡലിക്കുട്ടകത്തിനകത്തേക്ക് ഒന്ന് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ അടപ്പ് ഒന്ന് അടച്ചതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ കൊണ്ടുപോയി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഞാൻ സ്റ്റൗവിൽ കൊണ്ടുപോയി വെക്കുന്നതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. നമുക്കിത് റെഡി ആയതിന് ശേഷം എടുത്ത് നിങ്ങളെ കാണിക്കാം. ഒരു 5-10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു തക്കാളി മുട്ട ഫ്രൈ ശരിയായിട്ടുണ്ട്. നമുക്കതിന് മൂടി ഒന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, വളരെ രുചികരമായിട്ടുള്ള ഒരു തക്കാളി മുട്ട ഫ്രൈ ആണിത്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ഒരു മുട്ട ഫ്രൈ തീർച്ചയായും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും.